ഇവിടെ പ്രവാസിയായിട്ട് വന്നത് 2009 വന്നത്. അന്ന് എൻ്റെ പ്രൊഫഷണൽ ഒരു ജോലിയോ അങ്ങനൊന്നും അല്ലായിരുന്നു ഞാൻ വന്നത്. ആദ്യം ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു, അത് വെച്ചിങ്ങനെ അടച്ചടച്ച് പോയി. അത് അടയാതെ വന്നപ്പോൾ അടുത്ത ക്രെഡിറ്റ് കാർഡ് എടുത്ത്, അത് കഴിഞ്ഞ് മൂന്നാമത്തത് എടുത്തു, അത് കഴിഞ്ഞ് ലോൺ എടുത്തു. നമ്മൾ ഒരു ഇൻകമോ ഒന്നും നമുക്ക് ഏണിങ് കിട്ടുന്നില്ല. അന്നേരം എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞു, ലിജു എന്നാണ് എൻ്റെ കൊളീഗിൻ്റെ പേര്. പുള്ളി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, അത് കയറി എന്തായാലും ഇത്രയായി എന്നാൽ സ്റ്റാർട്ട് ചെയ്തേക്കാം, എന്തായാലും സീറോയിലാണ് നിൽക്കുന്നത്. സീറോയിൽ ഒന്നെങ്കിൽ പ്ലസിലോട്ട് പോകും, അല്ലെങ്കിൽ മൈനസിലോട്ട് പോകും. സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിങ് എന്താണ് എന്ന് പഠിക്കുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ മന്ത്ലി സാലറി ഇൻകം കൂടാതെ നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം, സെക്കൻഡ് എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ നാം പഠിക്കുന്നത്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്ത് ഏൺ ചെയ്യണം, നമ്മളാണ് നമ്മളെ സമയം കണ്ടെത്തേണ്ടത്. ആരും നമുക്ക് വേണ്ടി സമയമോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പൈസ കൊണ്ടുതരത്തില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടതും നമ്മൾ ഏൺ ചെയ്യേണ്ടതും ആരാ തീരുമാനിക്കേണ്ടത്, നമ്മളത് തീരുമാനിക്കേണ്ടത്. അതിനുശേഷം പൈസ നമ്മൾ ചെറിയ പൈസ ഇട്ട് തുടങ്ങിയാൽ മതി. അത് പ്രോഫിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് പിന്നീട് പ്രോഫിറ്റ് കൂട്ടിക്കൊണ്ടുവരാം. അതുകൊണ്ട് ആരും പുറമോട്ട് മാറി നിൽക്കരുത്. എൻ്റെ അഭിപ്രായം പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എല്ലാവരും പേരും പൈസ ഇല്ലെന്ന്, പൈസ വെച്ചിട്ട് ഒരു ബിസിനസ്സുകാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എൻ്റെ കേൾക്കാറുണ്ടായിരുന്നു ലോണസ് ഉണ്ട്, ലോണൊക്കെ എല്ലാം ക്ലോസ്ഡായി. ഹായ് ജോബിൻ. ഹായ് സാർ, അറിയോ? ഓൾ ഗുഡ്. ഈ വീഡിയോ കാണുന്നവരെ ആദ്യം ശ്രദ്ധിച്ച ക്യാപ്ഷൻ ആയിരിക്കും ഈ 2 കോടി രൂപ ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ കഥ അവസാനം പറഞ്ഞാൽ മതി. ജോബിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റും? ഓക്കെ, ഷുവർ സാർ. ഞാൻ ഇവിടെ പ്രവാസിയായിട്ട് വന്നത് 2009 വന്നത്. അന്ന് എൻ്റെ പ്രൊഫഷണൽ ഒരു ജോലിയോ അങ്ങനൊന്നും അല്ലായിരുന്നു ഞാൻ വന്നത്. എങ്ങനെയെങ്കിലും ജോലിക്ക് ഗൾഫിൽ ചാടുക, എല്ലാ യുവാക്കളുടെയും ഒരു എക്സ്പീരിയൻസ്, എങ്ങനെയെങ്കിലും ഗൾഫിൽ ചാടുക ആ സമയത്തൊക്കെ. അങ്ങനെ വന്നു. അന്ന് തുച്ഛമായ ശമ്പളമൊക്കെ ഉള്ളായിരുന്നു. അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ ജോലി മാറി കയറി അവസാനം ആ സമയത്ത് നമ്മൾ ബാച്ചിലറായിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഏൺ ചെയ്തോ, അതാണ് നമ്മുടെ ഒരു ഏണിങ് ആയിട്ടിരിക്കുന്നത്. അത് നമ്മൾ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്. നമ്മൾ ഫാമിലിയായി, പിന്നെ കിഡ്സായി, അവരുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്. എന്നാൽ ഞാനാണെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ 3 തിരിച്ചു, 3 ഗ്രാഫായിട്ട്. ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻകം ഗ്രാഫ്, സെക്കൻഡ് ഗ്രാഫ് നമ്മുടെ എക്സ്പെൻസ് ഗ്രാഫ്, തേർഡ് ഗ്രാഫ് ഏജ് ഗ്രാഫ്. ഇത് 3 ഒരു മനുഷ്യൻ്റെ പ്രവാസ ജീവിതത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഫാമിലി ഇവിടെ വന്നു. എൻ്റെ ഗ്രാഫ് ആദ്യം ഈ ഇൻകം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ നിൽക്കുന്നേ ഉള്ളൂ, അത് പിന്നെ ഹൈ ആവുന്നില്ല. കമ്പയർ വിത്ത് എക്സ്പെൻസ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് വെരി ഹൈ, ലൈക്ക് ഗോൾഡ് പ്രൈസ് പോകുന്ന മാതിരി വെരി ഹൈ, നല്ല ഫാസ്റ്റായിട്ടാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ ഏജ് ഗ്രാഫോ, ഇവിടെ ഡെയിലി സമയം പോകുന്നത് അറിയാലോ, പെട്ടെന്നാണ് പോകുന്നത്, അതും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഗ്രാഫ് എവിടെ നിൽക്കുന്നത്, താണത് തന്നെ നിൽക്കുകയാണ്. അന്നേരം നമുക്ക് സാലറി വരുന്നു, നമ്മുടെ എക്സ്പെൻസ് പോകുന്നു, എല്ലാം കഴിഞ്ഞു, ക്രെഡിറ്റ് കാർഡ് അടയ്ക്കുന്നു. ആദ്യം ഒരു ക്രെഡിറ്റ് കാർഡ് തുടങ്ങി, ആദ്യം ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു, അത് വെച്ചിങ്ങനെ അടച്ചടച്ച് പോയി. അത് അടയാതെ വന്നപ്പോൾ അടുത്ത ക്രെഡിറ്റ് കാർഡ് എടുത്ത്, അത് കഴിഞ്ഞ് മൂന്നാമത്തത് എടുത്തു, അത് കഴിഞ്ഞ് ലോൺ എടുത്തു. അവസാനവും എക്സ്പെൻസ് ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുക, ഇൻകം ഗ്രാഫോ താപ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. വരുന്നത് മൊത്തം ബാങ്കുകാർ കൊണ്ടുപോവുക. പക്ഷേ എനിക്ക് ഈ ട്രേഡിങ്ങിനെ പറ്റി എനിക്ക് എക്സ്പീരിയൻസ് അങ്ങനൊന്നും ഇല്ലായിരുന്നു, എനിക്ക് ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. കാരണം നമുക്ക് പണ്ടേ നമ്മുടെ മനസ്സിലൊരു ടോക്ക് ഉണ്ടായിരുന്നു, ഒരു മനസ്സിലൊരു ബൈ ഹാർട്ടായിട്ട് വരത്തില്ലേ, പൈസ പോകും, പൈസ ഇട്ട് കഴിഞ്ഞാൽ പൈസ പോകും, അങ്ങനെ ഒരു മൈൻഡിൽ അങ്ങനെ ഒരു ഫിക്സായിട്ട് കിടക്കുമല്ലേ മനസ്സിലായി. അന്നേരം എൻ്റെ കുളിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കും അതിനോട് താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആദ്യം. ശരിക്കും പറഞ്ഞാൽ ജോബിന് എന്തിനാണ് ശരിക്കും ട്രേഡിങ്ങിലേക്ക് വന്നത്, അല്ലെങ്കിൽ എന്താണ് ജോബിനെ മോട്ടിവേറ്റ് ചെയ്ത് വരാനായിട്ട്? മോട്ടിവേറ്റ് ചെയ്യാറെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ ഒരു ഇൻകമോ ഒന്നും നമുക്ക് ഏണിങ് കിട്ടുന്നില്ല. അന്നേരം എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞു, ലിജു എന്നാണ് എൻ്റെ കൊളീഗിൻ്റെ പേര്. പുള്ളി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, അത് കയറി. ഞാൻ പറയുന്നത്, ഞാൻ തമാശ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലയോ, പൈസ വെറുതെ ഇട്ടിട്ട് പൈസ പോയി ഒന്നാമത് കടമാട്ടിക്കുന്നു, ഇനി എന്തിനാണ് അതിനകത്ത് വിടുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയായി എന്നാൽ സ്റ്റാർട്ട് ചെയ്തേക്കാം, എന്തായാലും സീറോയിലാണ് നിൽക്കുന്നത്. സീറോയിൽ ഒന്നെങ്കിൽ പ്ലസിലോട്ട് പോകും, അല്ലെങ്കിൽ മൈനസിലോട്ട് പോകും. അന്നേരം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമില്ല. എല്ലാവരും വിചാരിക്കും പൈസ ഇല്ലല്ലോ, അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലല്ലോ. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്ത് ഏൺ ചെയ്യണം, നമ്മളാണ് നമ്മളെ സമയം കണ്ടെത്തേണ്ടത്. ആരും നമുക്ക് വേണ്ടി സമയമോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പൈസ കൊണ്ടുതരത്തില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടതും നമ്മൾ ഏൺ ചെയ്യേണ്ടതും ആരാ തീരുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മളത് തീരുമാനിക്കണ്ടേ. നമുക്ക് ഫാദറും മദറും അല്ലെങ്കിൽ അവരൊരു ഇന്നൽ ഏജ് വരെ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളാണ് നമ്മളെ നോക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ പൈസ, എല്ലാവരും പേരും പൈസ ഇല്ലെന്ന്, പൈസ വെച്ചിട്ട് ഒരു ബിസിനസ്സുകാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ 100 കോടിയോ അത്രയും ഒരു ബിസിനസ്സിൻ്റെ കയ്യിലും അത്രയും കോടി വെച്ചിട്ടല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ ഒരു ബിസിനസ്സിലോട്ടങ്ങ് ഇറങ്ങുവാണ്, മണി പുറകെ വന്നോളും. അതല്ല, അതുകൊണ്ട് ഞാൻ ഐഡിയ അതേ ഉള്ളൂ. എൻ്റെ സീറോ ആണ് ഇരിക്കുന്നത്. ഞാൻ റിസ്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു.
പോകുന്നെങ്കിൽ പോട്ട്. പക്ഷേ അത് ട്രേഡിങ്ങിനോട്ട് വന്ന സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ റിലേഷൻഷിപ്പ് മാനേജർ ഇക്രേ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി നല്ല സപ്പോർട്ടായിരുന്നു, സാറ് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. അന്നേരം ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത് ഗോൾഡ് മാത്രമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ഒരു പതുക്കയിലേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ ജോബിന് എന്ത് തോന്നും? നമ്മുടെ ട്രിപ്പിളമിൻ്റെ ഫ്രീ ക്ലാസ്സിനാണല്ലോ ജോബിന് ആദ്യം വന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു അക്കാഡമി എന്ന ലെവലിൽ നിങ്ങളുടെ ഒരു സക്സസിനുള്ള ഒരു വാക്ക് പറയാൻ പറ്റും? എന്താണ് ജോബിന് തോന്നുന്നത്? സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിങ് എന്താണ് എന്ന് പഠിക്കുന്നത് ഇവിടെ നിന്നാണ്. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഈ ഒരു ഫീൽഡല്ല, ഞാൻ IT ഫീൽഡിലാണ്. ഞാൻ ഈ ബിസിനസ് ട്രേഡിങ്ങിന് അതിനെപ്പറ്റി ഒരു ബിഗ് സീറോ തന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പഠിക്കുന്നത് എന്താണ്, എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാം, നമ്മുടെ മന്ത്ലി സാലറി ഇൻകം കൂടാതെ നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം, സെക്കൻഡ് എങ്ങനെ ഏൺ ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഞാൻ പഠിക്കുന്നത്. അത് എനിക്ക് എല്ലാവരും പറയാനുള്ളത്, ആരും പുറമോട്ട് മാറി നിൽക്കരുത്. നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഏൺ ചെയ്യുക. അതാണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. അത് നമ്മൾ ആദ്യം ക്ലാസ്സിൽ നിന്ന് അറ്റൻഡ് ചെയ്ത് നമുക്ക് അന്നേരം നമ്മുടെ ടെൻഷനും കാര്യങ്ങളെല്ലാം മാറും. നമ്മൾ ഉണ്ടായി. കാരണം നമ്മൾക്ക് ആരും ജോലി കൊടുക്കത്തില്ല. എല്ലാവരും പറയും എക്സ്പീരിയൻസ് ഉണ്ടോ. ആദ്യം പഠിച്ചെങ്കിലല്ല ഉള്ളൂ അവന് ജോലി കിട്ടത്തുള്ളൂ. ആദ്യം അതുപോലെ എനിക്കിതിനെ പറ്റി അറിയത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങൾ അതാണ്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആരും പഠിപ്പിക്കാതെ അവർക്ക് വെച്ച് പഠിക്കത്തില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്തായാലും എനിക്ക് നല്ല ഏണിങ് കിട്ടുന്നുണ്ട്. ശരിക്കും ജോബിന് എങ്ങനെയാണ് ശരിക്കും വലിയ റിലേഷൻഷിപ്പ് മാനേജർ ബ്രോക്കർ അക്കൗണ്ട് കാണിച്ചതൊക്കെ ഞാൻ തന്നെ കുറച്ച് വണ്ടടിച്ചു പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ജേണി, ആ 2 കോടി ഉണ്ടാക്കിയ ജേണി എന്ന് പറയാൻ പറ്റും. ആ എമൗണ്ട് എത്ര കിട്ടും, എങ്ങനെയാണ് ആ സ്ട്രാറ്റജി നിങ്ങളത് ഡെവലപ്പ് ചെയ്തത്? ആ ഗോൾഡിന്റെ 2 മാസം റാലിയിലാണെന്ന് മനസ്സിലായി പൈ എടുത്തത്. പക്ഷെ എങ്കിലും ആ ഒരു കറേജും ജോബിന് ഞാൻ പ്ലസ് പോയിന്റ് കാണുന്നത് ആ ഒരു ഗോൾഡ് മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ. അതൊന്ന് പറയാൻ പറ്റും ജേണി? അതായത് ഞാനിത് മാർച്ചിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് 1 മന്ത് കൊണ്ടാണ് ഞാൻ നല്ല ഇൻകം ഉണ്ടാക്കിയത്. ആ സമയത്ത് എല്ലാവരും ചെറിയ വോളിയം ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം എനിക്ക് പേടിയായിരുന്നു. നമ്മൾ ലൈവ് പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങിയേക്കുമല്ലേ. അന്നേരം എൻ്റെ കയ്യിൽ ആപ്പട വലിയ എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇട്ടപ്പോൾ കാണാം ആദ്യം പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല, ബാലൻസ് ഇല്ല. പിന്നെ ഉള്ളത് വെച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ചെറിയ വോളിയം വെച്ചിട്ട് ഗോൾഡ് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യണം. വേറെ ക്രൂഡ് ഓയിൽ ഉണ്ട്, പല ഇതുണ്ട്. അതൊന്നും ഞാൻ ഫോക്കസ് ചെയ്തില്ല. ഉള്ളി ഗോൾഡ് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്ത്. ആദ്യം ഒന്നിനകത്ത് പഠിക്കുക. ഒന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ അടുത്തത് പഠിക്കാം. അല്ല നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ പോകുന്നതായിട്ട് നല്ലത് ഒരു കാര്യം പഠിച്ചിട്ട് പഠിച്ചിട്ടില്ലേ B പഠിക്കാൻ പറ്റും. ഓക്കെ, അന്നേരം ഞാൻ ഗോൾഡ് അതിനകത്ത് ഫോക്കസ് ചെയ്തു. ചെറിയ വോളിയം വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം 0.30 അങ്ങനെ വേറെ ചെറിയ വോളിയം ഇട്ടിട്ട് കളിക്കും. അന്നേരമൊക്കെ എന്തായാലും ചെറിയ പ്രോഫിറ്റ് വന്നാൽ തന്നെ അന്നേരം നമ്മളങ്ങ് ക്ലോസ് ആക്കുക. ഇനി നഷ്ടത്തിൽ പോവുക പേടി. അന്നേരം പക്ഷേ അത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ കാണാം എനിക്കത് കാര്യം പിടികിട്ടിയതിന് ശേഷം ഞാൻ വോളിയം ഒറ്റയടിക്ക് 3 ആക്കി. അത് കഴിഞ്ഞ് വോളിയം 4 വെച്ച് അങ്ങനെ അത്രയും വലിയ മാർക്കറ്റ് ഇട്ട് ഞാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ജോബ് ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും എഗെയിൻസ്റ്റ് പോവാതെ വിത്ത് ട്രെൻഡ് ഫോളോ ചെയ്യും. പിന്നെ ഉണ്ടാക്കിയ കാശിന് പിരമിഡ്. അതിന് പിരമിഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിങ്ങനെ ഒരു ലോട്ട് ഇട്ട് വീണ്ടും ആ പ്രോഫിറ്റ് കൊണ്ട് അടുത്ത പ്രോഫിറ്റ്. അന്നേരം ഈ പ്രോഫിറ്റ് വന്നതുകൊണ്ട് എൻ്റെ ഡെപ്പോസിറ്റ് എമൗണ്ട് കിടപ്പുണ്ട്, എൻ്റെ പ്രോഫിറ്റും കിടപ്പുണ്ട്. ഇനി ഞാൻ കളിക്കുന്നത് എൻ്റെ പ്രോഫിറ്റ് എമൗണ്ട് വെച്ച് ഡെപ്പോസിറ്റ് കിടന്നോട്ട് പ്രോഫിറ്റ് എമൗണ്ട് വെച്ചിട്ട് അടുത്തത് കൂട്ടി പ്രോഫിറ്റ് കൂട്ടി വന്നു. പ്രോഫിറ്റ് കൂട്ടി വന്നതിന് ശേഷമാണ് ഞാൻ വിഡ്രോവൽ ചെയ്തു. അന്നേരം ഞാൻ ഇട്ട ഡെപ്പോസിറ്റ് എമൗണ്ട് തിരിച്ചു കിട്ടി കഴിഞ്ഞു. അന്നേരം പിന്നെ ഞാൻ ഫ്രീ ആയി. ഞാൻ ഇട്ട പൈസ എനിക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞു. പിന്നെ വരുന്ന മൊത്തം എൻ്റെ പ്രോഫിറ്റാണ്. പിന്നെ എൻ്റെ പ്രോഫിറ്റ് പോകുന്നത് ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് മാതിരി ഒറ്റ ഇതാണ്. ആ സമയത്ത് എൻ്റെ ഇൻകം ഗ്രാഫ് താഴെ കിടന്നത് നേരെ മേളിൽ പോയി. എക്സ്പെൻസ് ഗ്രാഫ് പോയത് നേരെ ഡൗൺ വന്ന്. ഏജ് ഗ്രാഫ് മേളിൽ നിന്ന് ടെൻഷൻ അടിച്ച് BP ഒക്കെ കയറിയുന്നത് അത് നേരെ കുറഞ്ഞു വന്ന്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയോ, ഏൺ ചെയ്യാൻ പറ്റിയോ? അതാണ് നമ്മൾ എല്ലാവരെയും മാറി നിൽക്കുന്നതാണ് ഏറ്റവും എല്ലാവർക്കും പേടിയാണ്. ആ പേടി മാറ്റുമോ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ജോബിന് പറയുമ്പോൾ ഒരു 2 പോയിന്റ്സ് ഉണ്ട്. ജോബിന്റെ സ്ട്രെങ്ത് ആയിട്ട് ജോബ് തോന്നിയത് എന്തായിരിക്കും? ഈ ട്രേഡ് ചെയ്തല്ലേ സ്ട്രെങ്ത് ആയിട്ട് തോന്നിയത് എന്തായിരിക്കും? സ്ട്രെങ്ത് ആയിട്ട് എൻ്റെ ലൈഫ് തന്നെ മാറിക്കഴിഞ്ഞു. എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, ലോണൊക്കെ എല്ലാം ക്ലോസ്ഡായി.
എല്ലാ ക്രെഡിറ്റ് ക്ലോസ് ആയി. ഇക്കറ പറയണ്ടായിരുന്നു ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അത് ശരിയാണ്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഇവിടെ നോക്കിയായിരുന്നു, പക്ഷേ ഇവിടെ നാട്ടിൽ കേരളത്തിൽ തന്നെയാണ് നോക്കുന്നുണ്ട്. ഇപ്പോൾ എന്നാണെങ്കിൽ ഞാൻ ഈ ശ്രീധന്യ ബിൽഡേഴ്സ് അവരായിട്ട് അവർക്ക് ഇവിടെ ഓഫീസുണ്ട്, ബിൽഡേഴ്സ് അവരായിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. അവർ എനിക്ക് 2 BHK ഏതാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് 92 lakhs തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം അതെല്ലാം ഞാൻ ഏൺ ചെയ്തത് ഈ ബിസിനസ് മണി മാർക്കറ്റ് ആ ബിസിനസ്സിന് കൂടെ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ തേഴ്സ്ഡേ പോകുന്നുണ്ട്, അതൊരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിന് വേണ്ടി അതും പോകുന്നുണ്ട്, ആ 4 days വേണ്ടി പോകുന്നുണ്ട്. എല്ലാം ഏൺ ചെയ്ത് മൊത്തം ഇവിടുന്നാണ് ഫുള്ളി. ഇപ്പോൾ ഒരു റിലാക്സേഷനായിട്ട് ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു, ലൈഫും ഹാപ്പി, അത്യാവശ്യം ഏണിങ്സും എല്ലാമായിട്ട് ഇങ്ങനെ പോകുന്നു. എനിവേ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയാനുണ്ട് സാറിനോട്, സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. ഇതിനു മുമ്പേ 2009 വന്നതാണ്, ഇപ്പോൾ 2024 എത്ര വർഷമായെന്ന് ആലോചിക്കണം. ഇന്ന് വരെ ഞാൻ ഒരു ബിസിനസ്സിനകത്തോ ഒന്നിനകത്തോ ഇറങ്ങിയിട്ടില്ല. ഫുള്ള് കെടുക്കാട് ലോണോട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നും അടയ്ക്കും, കടം മേടിക്കും, പിന്നെയും മാസം വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും. അതായത് ഇവിടുന്ന് ഇൻകം വരുന്നു, ഇവിടെ കൊടുക്കുന്നു, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് നേരെ പോകുന്നില്ല. ജോബിന്റെ പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത് നീ എപ്പോഴും വിഡ്രോവൽസ് കൊടുക്കുമായിരുന്നു. അത് ഞാൻ കാണുന്നത്, ഞാൻ ജോബിന്റെ കാര്യം നോട്ട് ചെയ്ത് മനസ്സിലാക്കിയത് ജോബിന്റെ വളരെ ഫോക്കസ്ഡ് ആയ വ്യക്തിയാണ്. അധികം കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യുന്നു, ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് സിസ്റ്റമായിട്ട് വിഡ്രോ ചെയ്യുന്നു, പകുതി എമൗണ്ട് വീണ്ടും ഒന്ന് കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. വളരെ അഗ്രസീവായിട്ട് ചെയ്യുന്നതും എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതിന് ലക്ഷണമാണ് ആ സംഭവം എന്നത്. കാരണം നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യും. ഒരു കാര്യം നമ്മൾ വൃത്തിയായിട്ട് ചെയ്തെങ്കിലേ ഉള്ളൂ അടുത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ കാര്യം ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു സംഭവം നമ്മൾ തുടങ്ങുകയാണ്. അത് വൃത്തിയായിട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തുടങ്ങാം. അങ്ങനെയല്ലേ എല്ലാ ബിസിനസ്സുകാരും വന്നേക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ യൂസഫ് അലി, ജോയി അലക്കാസ്, മലബാർ ഗോൾഡ് എല്ലാവരും വന്നേക്കുന്നത് ആദ്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ എക്സ്പെഷ്യലി നമ്മുടെ യൂസഫ് അലി സാറ്, പുള്ളി ഇവിടെ ആണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയാണ്. പുള്ളി ആദ്യം ഒന്നേ തുടങ്ങി, പിന്നെ കയറി വരുന്നത്, പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. ആരും പൈസ കൈവച്ചിട്ടല്ലല്ലോ ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ അത്ഭുതപ്പെടുന്നത് ജോബിൽ ഒരു വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിലും മൈൻഡ് സെറ്റ് മൊത്തം ഒരു ബിസിനസ്സുകാരുടെ മൈൻഡ് സെറ്റാണ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്താണ്? പണ്ടുപോലെ എങ്ങനെയാണ്? അല്ല, എനിക്ക് പണ്ട് ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഓക്കെ, എനിക്ക് ബിസിനസ്സും ചെയ്തിട്ടില്ല, എൻ്റെ ഫണ്ടുമില്ല, ഒന്നുമില്ലായിരുന്നു, സീറോ തന്നെ ആയിരുന്നു. നാട്ടിലെവിടെ സ്ഥലം? ഞാൻ നാട്ടിൽ കൊല്ലം കുണ്ട്ര കണ്ണൂർ എന്ന് പറയും. അന്നേരം എനിക്ക് ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയത്തില്ല. ബിസിനസ് എന്തെങ്കിലും വേണ്ടേ, കാര്യം എന്തെങ്കിലും വേണ്ടേ? ജോബിന് അറിവും ചങ്കൂറ്റവുമാണെന്ന് തോന്നുന്നത്. നമ്മൾ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുക, അങ്ങോട്ട് വരുന്നിടത്ത് കാണുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുക. നമ്മൾ പേടിച്ച് മാറിയെന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്തത്തില്ല. നമ്മളെവിടെ നിൽക്കുന്നോ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. നിങ്ങൾ നമ്മൾ ട്രിപ്പിൾ ഗോൾഡൻ ബോയ് ആണ്, ഗോൾഡൻ ബോയ് ആണ്. അപ്പോൾ ജോബിന് എന്താണ് പറയാനുള്ളത് പുതിയ യങ്സ്റ്റേഴ്സിനോട്, പുതിയ വരുന്ന ആൾക്കാർ? അല്ല, അതിന് മുമ്പിട്ട് സാർ നേരെ ചോദിച്ചത് എങ്ങനെ ട്രേഡിങ് പഠിച്ചെന്നുള്ളത്. ഞാൻ ഒരു ഗോൾഡ് മാത്രമേ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഏതാണ്ട് ഒരു 1 week ഇത് മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഹൈ ആവുന്നത്, എപ്പോഴാണ് ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, ലോ ആയാൽ തന്നെ എത്ര വരെ താഴെ പോകുന്നുണ്ട്, പിന്നീട് ഏത് ടൈം ആകുമ്പോഴാണ് ഇത് ഹൈ ആക്കുന്നത്, അത് ഞാൻ ഒരാഴ്ച മോണിറ്റർ ചെയ്തായിരുന്നു. അത് എസ്പെഷ്യലി ഞാൻ മോർണിംഗ് ടൈം ആ വലിയ മാർക്കറ്റ് വരത്തില്ല, ഈവനിങ് ടൈമൊക്കെ വരുമ്പോൾ യു എസ് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് കാണാം ഒന്നെങ്കിൽ ഹൈ ആവും അല്ലെങ്കിൽ ലോ ആവും. പക്ഷേ എന്നാലും അത് വലിയ ഡിഫറൻസ് വരത്തില്ല, പിന്നെ നല്ല ഹൈ പോകും. അത് ഓരോ ടൈമിങ് ഞാൻ എസ്പെഷ്യലി ഉച്ച ടൈമിങ് ഞാൻ നോക്കിയിട്ടുണ്ട്, ഈവനിങ് ടൈം. ഈ ടൈമിങ്ങിലൊക്കെ ആണെന്നാൽ നല്ല മൂവ്മെൻറ്റാണ് മാർക്കറ്റിൽ വരുന്നത്. അതിൽ നിന്ന് മാത്രം പഠിച്ചെടുത്തത്. അതിനുശേഷമാണ് ആ ടൈമിംഗ് അനുസരിച്ചാണ് ഞാൻ ബൈ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും. ഇനി ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് അടുത്ത ക്രൂഡ് ഓയിൽ അങ്ങനെയുള്ള ഓരോന്നൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ അതിന് പോവാം. നമ്മളെല്ലാവരും കൂടെ എല്ലാം പോയി മേടിക്കാൻ നിൽക്കരുത്, ഏതെങ്കിലും ഒന്നിനകത്ത് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഞാൻ ക്ലാസ്സിലും പറഞ്ഞു, തുടക്കത്തിൽ ആൾക്കാർ ചെയ്യേണ്ടത് ഒരെണ്ണമെങ്കിലും എടുത്തിട്ട് പ്രോപ്പർ ചെയ്യുക. ഇൻട്രാഡേയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഫോക്കസ് ചെയ്യുമ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഒരു പുതിയ ആൾക്കാരോട്, പുതിയ മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാർക്ക്, യങ്സ്റ്റേഴ്സിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്കിവിടെ ഈ ഫ്രീ ക്ലാസ്സിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ഒരു മെസ്സേജ് എന്തായാലും, നിങ്ങൾ സക്സസ്ഫുൾ ട്രേഡർ ആണല്ലോ ഇപ്പോൾ. ഞാൻ യങ്സ്റ്റേഴ്സ് മാത്രമായിട്ടല്ല പറയുന്നത്, എല്ലാവരും ഇപ്പം പ്രായമുള്ളവരാണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും ഏത് തട്ടിലുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഹൈ ലെവൽ ആൾക്കാരാണ്, മിഡിലാണ്, ചിലപ്പം താഴെ പാവപ്പെട്ടവരും കാണും. എല്ലാവരും പറയുന്ന കാര്യം ആദ്യം വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം എന്താണ് ഇത് നമ്മൾ പഠിക്കുക. അതിനുശേഷം പൈസ നമ്മൾ ചെറിയ പൈസ ഇട്ട് തുടങ്ങിയാൽ മതി. അത് പ്രോഫിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് പിന്നീട് പ്രോഫിറ്റ് കൂട്ടിക്കൊണ്ടുവരാം. അതുകൊണ്ട് ആരും പുറമോട്ട് മാറി നിൽക്കരുത്. എൻ്റെ അഭിപ്രായം പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ വെറും സീറോ ആയിരുന്നു. കടവും ക്രെഡിറ്റ് ലോണും എല്ലായിട്ട് ഇങ്ങനെ സീറോ നിന്നിട്ടില്ല. അത് പറയണം. കാരണം ഇവിടെ പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ക്രെഡിറ്റ് ഇത് അടയ്ക്കാനേ സമയമുള്ളൂ. എല്ലാവരും ഇച്ചിരി പൈസ വെച്ചാണെങ്കിൽ നാട്ടിൽ ഇരിക്കുന്നത്. നാട്ടിൽ അന്നേരം വിളിക്ക് പൈസ വന്നില്ലെങ്കിൽ
ഇവരെ ഇവിടുന്ന് പൈസ കൊടുക്കും, എന്നാൽ ഇവിടെ കമ്പനിക്കാർ സാലറി കൂട്ടുന്നുണ്ടോ? ഒരു എംപ്ലോയി ഒരു കമ്പനി ജോലി ചെയ്ത് കയറി കഴിഞ്ഞാൽ അവൻ്റെ ഒരു 5 വർഷം വരെ അവൻ്റെ സാലറി കൂടത്തില്ല. അഥവാ ഇനി 5 വർഷം കണ്ട് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 അല്ലെങ്കിൽ 500 ദിർഹംസ് കിട്ടും. അത് പിന്നെ ഒരു അടുത്ത 5 വർഷത്തേക്ക് പിന്നെ അത് തന്നെ 10 വർഷത്തേക്ക് അവൻ്റെ സാലറി അത് തന്നെ, പിന്നെ കൂട്ടത്തുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുക, എണ്ണയുടെ വില കൂടുന്നുണ്ട്, ഫുഡിൻ്റെതെല്ലാം എല്ലാം കൂടിക്കൊണ്ടിരിക്കുക. അത് മാനേജറിനടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്, അവർ പറയും ബിസിനസ് ഇല്ല. അന്നേരം ബിസിനസ് ഉണ്ടാക്കേണ്ടേ ആരാ? നമുക്ക് ജീവിക്കണ്ടേ? അന്നേരം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയാനുള്ളത്, ആരും പേടിച്ച് മാറിയിരിക്കരുത്, പൈസ ഇല്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. ചെറിയ എമൗണ്ടിൽ തുടങ്ങുക, ചെറിയ പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇൻകം സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. സ്കില്ലിൽ ഫോക്കസ് ചെയ്യുക. അത് അങ്ങനെ ജോബിന് ഇഷ്ടപ്പെട്ടത് ക്ലാസ്സിന് വന്നു, ആദ്യം തുടങ്ങിയില്ല, ആദ്യം ചെയ്ത് പഠിച്ച് ഡെമോയിലൊക്കെ ചെയ്ത് എന്നിട്ടാണ് വീണ്ടും ആദ്യം ഞാൻ ഡെമോയ്ക്കകത്താണ് കളിച്ചത്. ഡെമോ പ്ലാറ്റ്ഫോം ഇട്ട് കളിച്ച് കുറച്ച് നോക്കി. അതൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായി. ഉടനെ ഞാൻ ലൈവ് പ്ലാറ്റ്ഫോമിലോട്ട് മാറി. വിത്തിൻ 1 മന്താണ് എൻ്റെ റിലേഷൻഷിപ്പ് മാനേജർ ചോദിച്ചായിരുന്നു, ജോബിന് എങ്ങനെ വിത്തിൻ 1 മന്ത് ഇത്രയും പ്രോഫിറ്റ് എടുത്തെന്നുള്ളത്. മാർക്കറ്റിന്റെ ഒരു കറക്റ്റ് ടൈമും ആ ടൈമിലേക്ക് കാരണം മിക്ക ആൾക്കാർക്ക് കാശ് പോയൊരു മാസമായിരുന്നു ആ ഒരു മാസം ഓപ്പോസിറ്റ് പോയിട്ട്. അപ്പൊ ജോബിനെ പോലെ കുറച്ച് ലീഡേഴ്സ് മാത്രമേ ഒരു ട്രെൻഡിൽ വിത്ത് ട്രെൻഡ് കാശ് ഉണ്ടായി പ്രോഫിറ്റ് കയറി വന്നത്. അങ്ങനെ അപ്പോൾ അതൊരു നല്ല കാര്യം അല്ല, അത് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് സാറുമായിരുന്നു. എൻ്റെ എന്തോ ഒരു നിമിത്തോട്ട് സാറും വന്ന് ഞാൻ ഇത്ര 2009 വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു ക്ലാസ്സിലും പോയിട്ടില്ല, ഒരു ട്രേഡിങ്ങും ചെയ്തിട്ടില്ല, ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല. അത് സാർ എൻ്റെ നിമിത്തമായിട്ട് ദയവായിട്ട് കൊണ്ടുവന്ന്. ലൈഫിൽ എല്ലാവർക്കും ഒരു ടൈം ഉണ്ട് ജോബിന്. അപ്പോൾ നമ്മൾ സന്തോഷം നിങ്ങളങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് കാണുമ്പോഴേ. ഓക്കെ. എനിവേ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു സാറിനോട് പറയാനുണ്ട്, മിഥുൻ സാറിനോട് പറയാനുണ്ട്, എൻ്റെ റിലേഷൻഷിപ്പ് മാനേജർ ഇക്രോട് പറയാനുണ്ട്, പിന്നെ ഓൾ ടീംസ് ബിസിനസ് മണി മാർക്കറ്റിലെ എല്ലാ ടീംസിനോടും എനിക്ക് താങ്ക്സ് ഉണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിഡ്രോവൽസ് എല്ലാം കറക്റ്റാണ്? അല്ല, വിഡ്രോവൽ എല്ലാം കറക്റ്റാണ്, പക്കയാണ്. നമ്മൾ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും. അതിനകത്ത് ഒരു വിഷയങ്ങൾ എനിക്ക് ഇതുവരെ പൈസ ചെയ്തിട്ടില്ല. കാരണം ഇത്രയും വലിയ എമൗണ്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, സാർ ബ്രോക്കേഴ്സിന് വിഡ്രോവൽ കിട്ടുമെന്നൊക്കെ ഉള്ളത്. എല്ലാ എമൗണ്ടും പ്രോപ്പറായി കിട്ടും. അല്ല, ഈവൻ എക്സ്ചേഞ്ച് വരെ എൻ്റെ അടുത്ത് ചോദിച്ചു, ജോബിൻ്റെ ഈ ഇൻവെസ്റ്റ് ചോദിച്ചിട്ട് ഇനി പൈസ അയക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ. അതായത് 45,000 ആണ് പെർ മന്ത് അയക്കാൻ പറ്റത്തുള്ളൂ ലിമിറ്റ്. ഇപ്പം ഞാൻ വൈഫിൻ്റെ എംപ്രസ് ഐ ഡി വെച്ച് അയച്ചത്, ഇനിയിപ്പോൾ അതും ഇതായി. അപ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ ജോബ് ഇനിയും നല്ല നല്ല വാർത്തകൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവട്ടെ, ഇൻസ്പിറേഷൻ ആവട്ടെ പുതിയ ആൾക്കാർ. ഓക്കെ. ആരും പേടിച്ച് നിൽക്കേണ്ട കാര്യങ്ങളില്ല. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞു, ഞാൻ 0 എന്നാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെയാണ്, ബിസിനസ് മണി മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. എനിക്ക് ട്രേഡിങ് ഒന്നും അറിയത്തില്ലായിരുന്നു, എനിക്ക് ഒരു ബിസിനസ്സും അറിയത്തില്ലായിരുന്നു, ഒന്നും അറിയില്ല. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംരംഭം. അതിന് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു മിഥുൻ സാർ ആൻഡ് ദ ഹോൾ ടീം.